സ്വന്തം ബാല്യത്തിലേക്ക് തിരിച്ചു പോകാൻ മോഹമില്ലാത്തവരാരെങ്കിലും ഉണ്ടാകുമോ? ശരിക്കും എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ വളരെ മനോഹരമായിരുന്നു. മനോഹരമാക്കി മാറ്റിയ ഒരു സ്ഥലത്തിലൂടെയാണ് അതാ ഇപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. എൻ്റെ അമ്മ വീട് തൊടിയിൽ. അതാണ് എൻ്റെ അമ്മയുടെ കുടുംബ പേര്. ഈ കാണുന്നത് കുടുംബ സ്ഥലമാണ്. ഇപ്പം നിൽക്കുന്ന വീട് പുതിയ വീടുമാണ്. പഴയ വീടൊക്കെ പൊളിച്ച് പുതിയ രീതിയിലുള്ള വീടുകളൊക്കെ ആയി. എൻ്റെ ഓർമ്മയിലുള്ള പഴയ ഗേറ്റാണ് ഈ കാണുന്നത്. ആ ഒരു ഗേറ്റ് അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ എത്രയോ ഞാന്ന് കളിച്ച ഗേറ്റാണെന്നറിയോ. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും ആ പഴയ വീടിന്റെ ഒരു പഴമ അങ്ങനെ കുറച്ചൊക്കെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയാം. ഞങ്ങളുടെ ബാല്യത്തില് ഒരു ശനി ഞായറും ആകുമ്പോൾ അമ്മ എന്നെയും സഹോദരനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ എത്തുമ്പോൾ പിന്നെ ഞങ്ങളുടെ ലോകമാണ്. ഇവിടെ കുറെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. ഞങ്ങൾ പിന്നെ ചക്ക് കളിയായി, കള്ളനും പോലീസും കളിയായി, ക്യാരംസ് കളിയായി, ഫുട്ബോൾ കളിയായി, ക്രിക്കറ്റ് കളിയായി, പൊട്ടനും ചട്ടിയും കളിയായി, അങ്ങനെ ഒരുപാട് കളികളുണ്ട്. ആ നാട്ടിലുള്ള കുട്ടികളും ഒക്കെ ഉണ്ടാവും ഞങ്ങൾ വരുമ്പോൾ അവിടെ. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം ഉത്സവമാണ്. തിരിച്ചു പോകാൻ ഭയങ്കര മടിയാണ്. ഈ ഒരു വഴി ഒളിച്ചു കളിക്കുകയും ഓടി നടന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ. പോളയത്തോടിനും മാടനടയ്ക്കും ഇടയിലുള്ള ആ ഒരു റെയിൽവേ പാളത്തിന്റെ അടുത്തേക്കാണ് ഈ ഒരു വഴി എത്തി നിൽക്കുന്നത്. ഇവിടെ ഒരു ഞാറയ്ക്ക മരമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് ചുറ്റി നടന്നതാണ്. ഇന്ന് അവിടെയൊക്കെ ഒരുപാട് മാറി, ഒരുപാട് വീടുകളായി. ഞങ്ങൾ ഫുട്ബോൾ കളിച്ച് നടന്ന വയൽ പ്രദേശങ്ങളെല്ലാം മാറി. സത്യം പറഞ്ഞാൽ വളരെ കുഞ്ഞുനാളിലേക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വരുന്നതും കാത്തു നിൽക്കാൻ ഒത്തിരി കുട്ടിപ്പട്ടാളങ്ങളും എൻ്റെ ബന്ധുക്കളും ഒക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ നിശബ്ദതയാണ്. കാരണം ഒരു മരണം നടന്ന ഒരു നിശബ്ദത. അത്തരമൊരു അന്തരീക്ഷത്തിലൂടെയാണ് ഞാൻ ഈ നടന്നു പോകുന്നത്. ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന ചങ്ങലകളിലെ ഓരോ കണ്ണിയും അടർന്നു പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു നിശബ്ദത ഉണ്ടാകുന്നു. പണ്ടൊക്കെ ശനിയാഴ്ച വന്ന് ഞായറാഴ്ച ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഏതാണ്ടതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും ഉള്ളിലൊരു വിഷമം തോന്നും. അയ്യോ, കഴിഞ്ഞു പോയല്ലോ അവധിയെന്ന്. പക്ഷെ എങ്കിലും പുറകെ നിന്ന് എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ വിളിച്ചു പറയും, അടുത്ത ആഴ്ചയും വരണേ എന്ന്. അപ്പൊ പെട്ടെന്നൊരു സന്തോഷം തോന്നും, അടുത്ത ശനിയാഴ്ചയും വരാമല്ലോ എന്ന്. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഈ നിശബ്ദത, അതിനുത്തരം എന്താണെന്നറിയില്ല. പുറകെ നിന്ന് വിളിക്കേണ്ടവർ പലരും ഇന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അന്ന് ബഹളം വെച്ച് നടന്ന നമ്മളൊക്കെ ഇപ്പോ പ്രായത്തിൻ്റെതായ അടക്കമോ ഒതുക്കമോ ഒക്കെ വന്നതുപോലെ തോന്നും. പക്വത വന്നവരുടെ ഒരു സുഖാന്വേഷണത്തിൽ ഒതുങ്ങുകയാണ് ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അറിയാതെ ഒന്ന് പുറത്തിയാടും, അറിയാതെ ഒന്ന് ബഹളം വെക്കും. എത്രയായാലും ഉള്ളിലുള്ളത് അത്ര പെട്ടെന്നൊന്നും പോകില്ലല്ലോ അല്ലെ? നിങ്ങളുടെ ബാല്യവും ഇത്ര മനോഹരമായിരുന്നു ആണെങ്കിൽ കമന്റ് ചെയ്യണേ.